നമസ്തേ. ലെബനോണിലെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ലെബനോൺ ഭാരതത്തിന് നൽകുന്ന അനുഭവപാഠങ്ങൾ എന്തെല്ലാമാണ്? ലെബനോണിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇന്നത്തെ ലെബനോണിന്റെ അവസ്ഥ എന്താണ്? കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ലെബനോൺ മേച്ചിൻ പുറങ്ങൾ. ലെബനോൺ ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്തവണ്ണം സർവ്വതും നഷ്ടപ്പെട്ട ലെബനോൺ. സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് നശിക്കുക എന്നതിന്റെ ഏറ്റവും ദീപ്തമായ ഉദാഹരണമാണ് ഇന്നത്തെ ലെബനോൺ. 70കളിൽ ഏദൻ തോട്ടം അഥവാ പറുദീസ എന്നറിയപ്പെട്ടിരുന്ന ലെബനോൺ, കിഴക്കിന്റെ പാരീസ് ആയിരുന്ന തലസ്ഥാനമായ ബെയ്റൂട്ട് ഭാരതത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും, അമേരിക്കയിലെ ഓപ്റ്റിക്കൽ ഓർത്തഡോക്സുകാരും, ഈജിപ്തിലെ ഓപ്റ്റിക് ക്രിസ്ത്യൻസും, കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യം പേറുന്ന സഭകളിലൊന്നാണ് ലെബനോണിലെ ക്രിസ്ത്യാനികൾ. വൈവിധ്യമാർന്ന സംസ്കാരവും സഹിഷ്ണുതയും പുരോഗമനാത്മകതയും കൊണ്ട് അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു ജനതയായിരുന്നു ലെബനോണിൽ അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ഭാരതത്തെ പോലെ മധ്യപൂർവ്വ ദേശങ്ങളിലെ ഏറ്റവും നല്ല സർവകലാശാലയും കോളേജുകളും ലെബനോണിലായിരുന്നു. അറബി നാടുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ഉപരിപഠനത്തിന് വരികയും പഠനശേഷം അവിടെ താമസിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ബാങ്കിംഗ് സിസ്റ്റം ലെബനോണിന്റെ ആയിരുന്നു. ക്രൂഡ് ഓയിൽ ഒരു പ്രകൃതി വിഭവം അല്ലായിരുന്നിട്ട് കൂടി മിഡിൽ ഈസ്റ്റിലെ ഒരു വമ്പൻ സമ്പന്ന ശക്തിയായിരുന്നു ലെബനോൺ. 1960കളിൽ പുറത്തു വന്ന ആൻ ഈവനിങ് ഇൻ പാരീസ് എന്ന ഹിന്ദി ചിത്രം കണ്ടാൽ മനസ്സിലാകും ലെബനോണിന്റെ അന്നത്തെ പുരോഗതി. ആ ചിത്രത്തിലെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ലെബനോണിലായിരുന്നു. ഇനി കൊടുങ്കാറ്റ് കൊയ്യുന്ന ലെബനോണിന്റെ താഴ്വരകളിലേക്ക്. അന്നത്തെ കാലത്ത് വളരെ ചെറുതായ ഒരു മുസ്ലിം സമൂഹം ലെബനോണിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇതര സമൂഹങ്ങളെക്കാൾ അതിവേഗം ആ സമൂഹം വളർന്നുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ മുസ്ലിം സമൂഹത്തിലെ ജനനിരക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്നുവെന്ന് സാരം. പക്ഷേ കഷ്ടം എന്ന് പറയട്ടെ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ലെബനോണിൽ ജനിച്ചു വളർന്ന ഈ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നൽകാതെ മതമൗലികവാദികളായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. 1970കളിൽ ജോർദാനിലുണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലെബനോണിന്റെ വാതായനങ്ങൾ തുറന്നിടാൻ അവിടുത്തെ മുസ്ലിം നേതാക്കൾ വിശാല മനസ്കരായ ലെബനോൺ ജനതയെ പ്രേരിപ്പിച്ചു. യഥാർത്ഥ ദീനാനുകമ്പ പ്രകടിപ്പിക്കാനുള്ള അവസരമാണല്ലോ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതെന്ന്. എന്തായാലും ചേമ്പ് തീർന്നപ്പോൾ പന്നിയുടെ കുത്തല് മാറി എന്ന് പറഞ്ഞതുപോലെ കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1980 ആയപ്പോഴേക്കും ലെബനോൺ ഇന്നത്തെ സിറിയയുടെ അതേ അവസ്ഥയിലായി തീർന്നു. അഭയാർത്ഥികളായി രാജ്യത്ത് കടന്ന ജിഹാദികൾ ലക്ഷക്കണക്കിന് തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ട് വംശീയ ശുദ്ധീകരണം നടത്തി. എത്ര നിരപരാധികളെ ജിഹാദികൾ കൊന്നൊടുക്കി എന്നതിന്റെ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവരുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും കൈയടക്കി, ഭാര്യമാരെയും പെൺമക്കളെയും ലൈംഗിക അടിമകളാക്കി, പണം കൊടുത്തു വാങ്ങിയെന്നും വിശ്വാസികളില്ലാത്തതുമൂലം പള്ളികൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നുമൊക്കെ പാണക്കാട്ടെ പാണന്മാർ പാടി നടന്നിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുന്നവരും രണ്ടുള്ളതിൽ ഒന്ന് ദാനം ചെയ്യുന്നവരുമായ ലെബനോണിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കൺമുന്നിൽ നടക്കുന്ന അരും കൊലകൾ കാണാൻ ശേഷി നഷ്ടപ്പെട്ടപ്പോൾ സകലതും ഉപേക്ഷിച്ച് പലരും ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്തു. വംശഹത്യയുടെയും കൂട്ടപലായനത്തിന്റെയും ഫലമായി 1970ൽ 60% ക്രിസ്ത്യാനികൾ ഇന്ന്, അതായത് വെറും 30 വർഷങ്ങൾ കൊണ്ട് വെറും 37% അധപതിച്ചു. ഇന്ന് ലെബനോണിൽ ഉള്ളതിനേക്കാൾ ലെബനോണികൾ വിദേശങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നു. ജന്മനാട്ടിലേക്ക് ഒരിക്കലെങ്കിലും തിരിച്ചു വരാൻ ആവാത്ത വിധം കർശന നിയമങ്ങൾ നിർമ്മിച്ചു. അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ഭരണാധികാരികൾ നാടിന്റെ യഥാർത്ഥ അവകാശികളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. വാതിലുകൾ പൂട്ടി മുദ്ര വെച്ചിരിക്കുന്നു. ലെബനോണിന്റെ തകർച്ചയ്ക്ക് വെറും 30 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ഈ ചരിത്രത്തിൽ നിന്നും ഭാരതത്തിന് ഒട്ടേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. റോഹിംഗ്യകൾ, ബംഗ്ലാദേശികൾ, രാജ്യത്തിനകത്തു തന്നെ വേരുപിടിച്ചിട്ടുള്ള ജിഹാദികൾ എന്നിവർക്കെതിരെ ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം ഛിദ്രശക്തികൾക്കെതിരെ ഉണർന്നെണീറ്റ് ഒന്നിച്ചാണി നിരക്കുക. ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യത്തിനും തുരങ്കം വയ്ക്കുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സിനിമകളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും ബഹിഷ്കരിക്കുക. നമുക്ക് സമാധാനമായി ഇവിടെ ജീവിച്ചേ മതിയാകൂ.